ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പിയല്ല, അതായത് ഒരു സ്ക്വിഡ് ക്ലീൻ ചെയ്യുന്നത്, അതായത് കണവ ഉണ്ടല്ലോ, കൂന്തൽ, അത് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ മുന്നേ ഒരു കണവൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പിന്നെ കൂന്തൽ കൊണ്ടാട്ടം എന്നുള്ള ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് അത് കൂന്തൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഒന്ന് വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതൊരു 1 കിലോ ഉണ്ട് കേട്ടോ ഈ കൂന്തൽ. ഇത് സാധാരണ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ അത്രയും പാടില്ല, അതിനേക്കാൾ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലയാണ്, ഇത് കൂന്തലിൻ്റെ തല. ഈ ഒരു തലയും ബോഡിയും കൂടി രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം. ജസ്റ്റ് ഇങ്ങ് വലിച്ചാൽ മതി, വലിച്ചാൽ ഇങ്ങോട്ട് വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്ക് ബോണാണ്, ഒരു പ്ലാസ്റ്റിക് പോലെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്നിങ്ങ് വലിച്ചാൽ മതി, വലിച്ചാൽ ഇങ്ങോട്ട് വരും. അപ്പോൾ അതിങ്ങ് വലിച്ചെടുക്കുക. ഇതാണ് ശരിക്കും അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടാവും, നട്ടെല്ലാണ് അതിൻ്റെ. അതിങ്ങനെ ഇതേപോലെ വലിച്ചെടുക്കുക. പിന്നെ ഇതിപ്പോൾ വലിയ കൂന്തലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ നന്നായിട്ട് കത്രിക മറ്റേ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ സ്കിന്ന് ഇതേപോലെ ഇങ്ങനെ പറിച്ചിങ്ങെടുക്കുക, വലിച്ചിങ്ങെടുക്കുക. പെട്ടെന്ന് വരും, ജസ്റ്റ് ഇങ്ങ് ഒട്ടി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് വലിച്ചാലും ഇങ്ങോട്ട് വേഗം തന്നെ വരും. അപ്പോൾ അതിന് ശേഷം ഇത് ഇതേപോലെ കംപ്ലീറ്റ് സ്കിന്നും വലിച്ചെടുക്കുക, റിമൂവ് ചെയ്യുക. എല്ലാം അതിൻ്റെ ആ ഒരു 2 ഭാഗത്തുള്ള വിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മുകളിലുള്ളതും അതേപോലെ ബോഡീൻ്റെ ബാക്ക് ഭാഗത്തും കംപ്ലീറ്റ് ഉള്ളതൊക്കെ മുഴുവനായിട്ട് ഇതേപോലെ വലിച്ചിങ്ങ് പറിച്ചെടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് നെടുകെ ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കൂന്തലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈൻ്റെ വിരലിട്ടിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വലുതായതിൻ്റെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വയറിനുള്ളിലുള്ള വേസ്റ്റൊക്കെ ജസ്റ്റ് ഇതേപോലെ കൈ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് എടുത്ത് കളയുക. ഇനി ബാക്കിയുള്ള ഇതേപോലത്തെ വേസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ വടിച്ചങ്ങ് എടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് നല്ല ക്ലീനായി നല്ല വൈറ്റ് കളറിൽ കിട്ടും. എല്ലാ വഴുവഴുപ്പും കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോവും. ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ വടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ നമ്മൾ കൂന്തലിൻ്റെ ബോഡി പാർട്ട് ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ തല ആണ് വൃത്തിയാക്കാൻ പോകുന്നത്. തല ചിലപ്പോൾ എല്ലാവരും എല്ലാ ഭാഗവും എടുത്തോളണമെന്നില്ല കേട്ടോ. അപ്പോൾ തല എടുക്കുന്നവർക്ക് തലേൻ്റെ ഈ ഒരു നടുഭാഗത്ത് ഇതേപോലെ ഒരു കുഞ്ഞൊരു ബോൾ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് നമ്മൾ ഇതേപോലെ കൈകൊണ്ട് ഇങ്ങ് എടുത്ത് കളയണം. അത് ചെറിയ കൂന്തലായാലും വലിയ കൂന്തലായാലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു സാധനമാണ്, അതെടുത്ത് കളയുക. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മഷി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് പൊട്ടാതെ എടുക്കണം. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എല്ലാത്തിലേക്ക് കളർ വന്ന് ഈ ഒരു വൈറ്റ് കളറൊക്കെ അങ്ങ് ബ്ലാക്ക് ആവും. ഈ മഷി എന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടലിലൊക്കെ ഇതിൻ്റെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ, അത് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ ഇങ്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് മറ്റേ ജീവികളെ കണ്ണിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അവർക്ക് കണ്ണ് കാണാണ്ട് ഇങ്ങനെ തപ്പി കളിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് രക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെയുള്ള ഇതിൻ്റെ വിങ്സ് കൈകളുണ്ടല്ലോ, കൈയും അതേപോലത്തെ ഭാഗങ്ങൾ, അതേപോലെ ഈ ഒരു തലേൻ്റെ ഒരു സൈഡിലൊരു വൈറ്റ് പാർട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പാർട്ടും നമ്മളങ്ങ് എടുത്ത് കളയണം. അത് കഴിക്കാൻ കഴിയില്ല, അത് ഇതേപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിന് ഇഷ്ടമുള്ള ചിലർക്ക് തല ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗം എടുക്കലില്ല, ജസ്റ്റ് ഈ കൈ പോലത്തെ സാധനം ഇതങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളയും. അതങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ആ ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കും. ആ കണ്ണിൻ്റെ ആ ഒരു ഭാഗം ഞാൻ മുറിച്ചങ്ങ് കളയും കേട്ടോ. ഇനി ഇത് മഷി, ഞാൻ നേരത്തെ പറഞ്ഞ മഷിയാണ്, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, പൊട്ടിക്കുന്ന സമയത്ത് അതിന് ഫുൾ ബ്ലാക്ക് കളറിലെ മഷി അങ്ങ് വരും. ഇത് നമ്മളെ കയ്യിലൊക്കെ ആയാൽ നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും, കഴുകിയാൽ പോകും. എന്നാലും കയ്യിലൊക്കെ ആയാൽ കുറച്ച് നേരം അതവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. അതാണിപ്പോൾ മഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൂന്തൽ ക്ലീൻ ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓരോ ഡിഷിന് പല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബിരിയാണി ആണെങ്കിൽ വേറെ രീതിയിൽ, ഫ്രൈ ആണെങ്കിൽ വേറെ രീതിയിൽ, കൊണ്ടാട്ടാണെങ്കിൽ വേറെ രീതിയിൽ, അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് റിംഗ് ആയിട്ടും ചെയ്തെടുക്കാം. ഇതിപ്പോൾ വലിയ കൂന്തലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം നടുകെ കീറി, ഉൾഭാഗം നല്ലോണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നടുകെ കീറിയത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം.
ഇനി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അതിന് ഇതേപോലെ ഒരു ബൗൾ എടുക്കുക. അതിന് ശേഷം കൂന്തൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് ഇതേപോലെ ചേർക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ദുർഗന്ധമൊക്കെ പോയി കിട്ടും. അതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കുറച്ച് അധികം നേരം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കൂന്തൽ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിഷസ് അതുകൊണ്ട് തയ്യാറാക്കാം.